നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. യൂറോപ്പിൽ തൊഴിലവസരങ്ങൾ തേടുന്നവർക്ക് IT, എഞ്ചിനീയറിംഗ്, ആരോഗ്യ മേഖല, ഫിനാൻസ് എന്നീ മേഖലകളിൽ മികച്ച അവസരങ്ങളുണ്ട്. ജർമ്മനി, പോളണ്ട്, ഫ്രാൻസ്, ഹംഗറി, അയർലൻഡ്, റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളമുള്ള തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. കൃത്യമായ യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് തൊഴിൽ വിസകൾ നേടാൻ സാധിക്കും. നമുക്കിന്ന് ജർമ്മനിയിലെ ജോലി ഒഴിവുകളെക്കുറിച്ച് പറയാം. ജർമ്മനിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മികച്ച അവസരങ്ങളുണ്ട്. നിലവിൽ അവിടെ IT, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് വലിയ ക്ഷാമമാണ്. ജർമ്മനിയിലെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ, ഓപ്പർച്യൂണിറ്റി കാർഡ് വിദേശികൾക്ക് ജോലി കണ്ടെത്തുന്നത് കൂടുതൽ എളുപ്പമാക്കിയിട്ടുണ്ട്. പ്രധാന തൊഴിൽ മേഖലകൾ IT ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ, ഡാറ്റ അനലിസ്റ്റുകൾ, സൈബർ സെക്യൂരിറ്റി വിദഗ്ധർ. ഹെൽത്ത് കെയർ രംഗത്ത് നഴ്സുമാർ, ലബോറട്ടറി ടെക്നീഷ്യന്മാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ. എഞ്ചിനീയറിംഗ് രംഗത്ത് മെക്കാനിക്കൽ, ഓട്ടോമോട്ടീവ്, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയർമാർ. പിന്നെ സ്കിൽഡ് ട്രേഡുകളിൽ ഇലക്ട്രീഷ്യന്മാർ, പ്ലംബർമാർ, വെൽഡർമാർ ഇവരുടെ എല്ലാം ആവശ്യമുണ്ട്. ആവശ്യമായ പ്രധാന യോഗ്യതകൾ: വിദ്യാഭ്യാസം ജർമ്മനി അംഗീകരിച്ചിട്ടുള്ള ബിരുദമോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ഭാഷാ പരിജ്ഞാനം IT മേഖലയ്ക്കൊക്കെ ഇംഗ്ലീഷ് മതിയാകും. എന്നാൽ നഴ്സിംഗ്, കസ്റ്റമർ സർവീസ് മേഖലകൾക്ക് ജർമ്മൻ ഭാഷ B1 B2 ലെവലോ നിർബന്ധമാണ്. പ്രവൃത്തി പരിചയം കുറഞ്ഞത് 2-3 വർഷത്തെ പരിചയമുള്ളവർക്കാണ് വിസ എളുപ്പമാകുന്നത്. ജോലി കണ്ടെത്താനുള്ള ഔദ്യോഗിക മാർഗങ്ങൾ: മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി, ജർമ്മൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പോർട്ടൽ makeItinGermany.com, അതുപോലെ സ്റ്റെപ്സ്റ്റോൺ ആൻഡ് ഇൻഡീഡ് ജർമ്മനി. ജർമ്മനിയിലെ പ്രമുഖ തൊഴിൽ വെബ്സൈറ്റുകളാണ് ഇവ. പിന്നെ ലിങ്ക്ഡിൻ ഉണ്ട്, പ്രൊഫഷണൽ ജോലികൾ കണ്ടെത്താൻ ഏറ്റവും മികച്ചതാണ്. ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നത് എന്താണെന്ന് നോക്കാം. ഇത് വിദേശത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മനിയിൽ വന്ന് താമസിച്ച് ജോലി കണ്ടെത്താൻ ജർമ്മൻ സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക റെസിഡൻസ് പെർമിറ്റാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജർമ്മനിയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് മുൻകൂട്ടി ജോലി വാഗ്ദാനം ലഭിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ വിസയിലൂടെ ജർമ്മനിയിൽ എത്താം. ഈ വിസയുടെ പ്രധാന വിവരങ്ങളും യോഗ്യതകളും ഇവയാണ്. പ്രധാന നേട്ടങ്ങൾ: 1 വർഷത്തെ താമസം. ജർമ്മനിയിൽ വന്ന് നേരിട്ട് കമ്പനികളിൽ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കാൻ 1 വർഷത്തെ വിസ ലഭിക്കും. പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന കാലയളവിൽ ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ഏത് മേഖലയിലും പാർട്ട് ടൈം ജോലി ചെയ്യാനും വരുമാനം കണ്ടെത്താനും അനുവാദമുണ്ട്. ട്രയൽ ജോലികൾ: കമ്പനികളിൽ 2 ആഴ്ച വരെയുള്ള ട്രയൽ ജോലികൾ, പ്രൊബേഷൻ, ഇൻറ്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. വിസ മാറ്റം: സ്ഥിര ജോലി ലഭിച്ചാലുടൻ ഈ വിസയെ ജർമ്മനിയിൽ വെച്ച് തന്നെ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാം. 2 അപേക്ഷാ മാർഗങ്ങളുണ്ട്. 1. നേരിട്ടുള്ള വഴി. നിങ്ങളുടെ ഡിഗ്രിയോ ഡിപ്ലോമയോ ജർമ്മനിയിൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടതാണെങ്കിൽ, ഫുള്ളി റെക്കഗ്നൈസ്ഡ് സ്കിൽഡ് വർക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് സിസ്റ്റം ഇല്ലാതെ തന്നെ നേരിട്ട് ഓപ്പർച്യൂണിറ്റി കാർഡ് ലഭിക്കും. ഇതിനായി നിങ്ങളുടെ സർവകലാശാല അനാബിൻ ഡാറ്റാബേസിൽ H+ സ്റ്റാറ്റസ് ഉള്ളതായിരിക്കണം. രണ്ടാമത്തെ ഒരു വഴിയുള്ളത് പോയിൻ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ യോഗ്യത ജർമ്മനിയിൽ ഭാഗികമായി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ എങ്കിൽ നിങ്ങളെ വിലയിരുത്താൻ ഒരു പോയിൻ്റ് സിസ്റ്റമുണ്ട്. അപേക്ഷിക്കാൻ കുറഞ്ഞത് 6 പോയിൻ്റുകളാണ് ഉണ്ടാവേണ്ടത്. അടിസ്ഥാന യോഗ്യതകൾ: പോയിൻ്റ് സിസ്റ്റം വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധം. വിദ്യാഭ്യാസം കുറഞ്ഞത് 2 വർഷത്തെ പ്രൊഫഷണൽ പരിശീലനമോ അംഗീകൃത യൂണിവേഴ്സിറ്റി ബിരുദമോ ഉണ്ടായിരിക്കണം. ഭാഷ: ജർമ്മൻ ഭാഷയിൽ കുറഞ്ഞത് A1 ലെവൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ B2 ലെവൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സാമ്പത്തിക ഭദ്രത: ജർമ്മനിയിൽ താമസിക്കുന്ന കാലയളവിലേക്ക് പ്രതിമാസം ഏറ്റവും കുറഞ്ഞത് 1,00,000 രൂപയ്ക്ക് മുകളിൽ എന്ന നിരക്കിൽ തുക കാണിക്കണം. ഇത് സാധാരണയായി ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് വഴിയാണ് തെളിയിക്കേണ്ടത്. പോയിന്റുകൾ കണക്കാക്കുന്നത് എങ്ങനെയെന്ന് പറയാം. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ഇനി പറയുന്ന രീതിയിലാണ് പോയിന്റുകൾ ലഭിക്കുക. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഭാഗികമായി അംഗീകരിച്ച യോഗ്യതയാണെങ്കിൽ 4 പോയിന്റ്. പ്രവൃത്തി പരിചയം: കഴിഞ്ഞ 7 വർഷത്തിനിടെ 5 വർഷത്തെ പരിചയമുണ്ടെങ്കിൽ 3 പോയിന്റ്. 2 വർഷത്തെ പരിചയമേ ഉള്ളുവെങ്കിൽ 2 പോയിന്റ്. ഭാഷാ വൈദഗ്ധ്യം: ജർമ്മൻ B2-ന് 3 പോയിന്റ് ഉണ്ട്, B1-ന് 2 പോയിന്റ്, A2-ന് 1 പോയിന്റ്. ഇംഗ്ലീഷ് C1 ലെവലിന് 1 പോയിന്റ്. പ്രായം 35 വയസ്സോ അതിൽ താഴെയോ ഉള്ളവർക്ക് 2 പോയിന്റ്. 35 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് 1 പോയിന്റ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രായത്തിൻ്റെ പോയിന്റ് ലഭിക്കില്ല. പക്ഷേ മറ്റ് യോഗ്യതകൾ വഴി 6 പോയിന്റ് തികച്ചാൽ അപേക്ഷിക്കാം. ഡിമാൻഡുള്ള ജോലികൾ: IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ തുടങ്ങിയ ക്ഷാമമുള്ള തൊഴിൽ മേഖലകളിൽ പെട്ടവർക്ക് 1 പോയിന്റ് കിട്ടും. ജർമ്മനിയുമായുള്ള ബന്ധം: കഴിഞ്ഞ 5 വർഷത്തിനിടെ 6 മാസമെങ്കിലും ജർമ്മനിയിൽ നിയമപരമായി താമസിച്ചിട്ടുണ്ടെങ്കിൽ 1 പോയിന്റ് കിട്ടും.
പങ്കാളിയോടൊപ്പമാണെങ്കിൽ ഭർത്താവും ഭാര്യയും ഒരുമിച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ 1 പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ ജർമ്മൻ സർക്കാരിൻ്റെ ഔദ്യോഗിക മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി സെൽഫ് ചെക്ക് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. ഇനി നാളെ ഏത് രാജ്യത്തെ ജോലിയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് കമൻറ്റിലൊന്ന് സൂചിപ്പിക്കൂ. അടുത്ത വീഡിയോയിൽ അത് പറയാം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും.